നമസ്തേ. നമസ്തേ. ഡബിൾ ബാരൽ പ്രേക്ഷകർക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ സത്യനാരായണൻ, എന്റെ കോ ഹോസ്റ്റ് മധുസൂദനൻ TP. ഇലക്ഷന്റെ പശ്ചാത്തലത്തിൽ പഴയ ചില ഇലക്ഷൻ ഓർമ്മകൾ അയവിറക്കുകയാണ് ഡബിൾ ബാരൽ എന്ന്. അതില് ഞാൻ കുറച്ചല്ല ഒരു 13 വർഷം ടൈംസ് ഓഫ് ഇന്ത്യ അഹമ്മദാബാദിൽ ഇരിക്കുമ്പോഴുണ്ടായ ചില വളരെ രസകരമായ ഇലക്ഷൻ അനുഭവങ്ങൾ ഞാൻ പങ്കുവെക്കും. പിന്നെ മധുസൂദനൻ ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്തിരുന്ന കാലത്തെ ചില രസകരമായ ഓർമ്മകൾ അദ്ദേഹവും പങ്കുവെക്കും. അപ്പൊ ഞാൻ പറയുന്ന കാലഘട്ടം 1989 ഓഗസ്റ്റ് മാസത്തിലാണ് ഞാൻ അവിടെ അഹമ്മദാബാദിൽ പോകുന്നതും അവിടെ ജോലിയിൽ പ്രവേശിക്കുന്നതും. 1987 മുതൽ നരേന്ദ്രഭായ് ദാമോദർ ദാസ് മോദി ഗുജറാത്ത് BJPയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്നു. സ്റ്റേറ്റ് യൂണിറ്റിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി 87 മുതൽ. അപ്പൊ 89 ആകുമ്പോഴേക്കും ശരിക്കും അന്ന് ഒരു BJP അവിടെ അഹമ്മദാബാദിലും ഗുജറാത്തിന്റെ ബാക്കി സ്ഥലങ്ങളിലും ഒരു ശക്തിയായിരുന്നു. നരേന്ദ്രഭായിയും പിന്നെ അതുപോലെ അദ്ദേഹത്തിന്റെ സീനിയർ ലീഡർ ആയിരുന്ന ശങ്കർ സിംഗ് വഗേല. പിന്നീട് അദ്ദേഹം BJP വിട്ടുപോയി സ്വന്തം പാർട്ടിയൊക്കെ ഫ്ലോട്ട് ചെയ്തു. പക്ഷെ അന്ന് ഗുജറാത്തിലെ ഗ്രാമാന്തരങ്ങളിൽ നടന്ന് അവിടെ പോയി താമസിച്ച് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് BJP വളർത്തിയെടുത്തത് ശങ്കർ സിംഗ് വഗേലയും നരേന്ദ്രമോദിയും കൂടിയായിരുന്നു. അപ്പോ 87 അപ്പൊ 89 ജനറൽ ഇലക്ഷൻ, അതായത് VP സിംഗ് രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച് BJPയുടെയും ലെഫ്റ്റ് ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല, എന്തായാലും BJPയുടെ സഹായത്തോടു കൂടി ഒരു ഗവൺമെന്റ് ഫോം ചെയ്തു. അത് കഴിഞ്ഞ് 1990 ഈ 1989 എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴും അഹമ്മദാബാദിലെ ആശ്രം റോഡിലെ ഞങ്ങൾ ഓഫീസിലിരുന്ന കാണായിരുന്നു VP സിംഗ് ഒരു തുറന്ന ജീപ്പിൽ വരുന്നതും ഭയങ്കര ജനങ്ങളുടെ ഇടയിൽ ആവേശവും എല്ലാം കണ്ടിരുന്നു. അപ്പോ അന്ന് ഒരു ജനതാദൾ BJP സപ്പോർട്ട് ചെയ്ത ജനതാദൾ കേന്ദ്രം ഭരിക്കുന്നു. 1990 ഗുജറാത്ത് ഇലക്ഷൻ നടക്കും. അപ്പൊ അന്നൊക്കെ എങ്ങനെയാ വെച്ചാല് ഇലക്ഷൻ അന്ന് ബാലറ്റ് സാധാരണ നമ്മളെ കടലാസാണ്, അത് കൗണ്ടിങ് സമയമെടുക്കും. പിന്നെ ഇതുപോലെ അപ്പൊ തന്നെ ഈ ലൈവായിട്ട് ന്യൂസ് കിട്ടാനുള്ള സൗകര്യങ്ങൾ കുറവായിരുന്നു. NDTVയും മറ്റുമൊക്കെ വരുന്നത് 90കളിൽ. അപ്പൊ ഈ അപ്പൊ നമ്മളെ കേരളത്തിലുള്ള മാതിരി തന്നെ അഹമ്മദാബാദിലെ ഞങ്ങളെ പത്രസ്ഥാപനത്തിന്റെ പുറത്ത് ഒരു വലിയൊരു ബോർഡ് വെക്കുക. എന്നിട്ട് ഞങ്ങളുടെ അവിടുത്തെ ഒരു ജനല് വഴി ഒരു റിപ്പോർട്ടർ പുറത്തേക്ക് ഇറങ്ങി. അദ്ദേഹം കുറച്ച് ആവേശ കൂടുതലുള്ള ഒരു ആളായിരുന്നു. ഗൗതം ഭായ് മേത്ത എന്നാണ് അങ്ങേരെ പേര്. അപ്പൊ ഈ ഗൗതം മേത്തയുടെ ആണ് അതിന്റെ മുഴുവൻ ഉത്സാഹവും. അങ്ങേര് ആ ബോർഡ് സെറ്റപ്പ് ചെയ്യുന്ന മുതൽ എല്ലാ കാര്യങ്ങളും അങ്ങേര് നോക്കിക്കോളും. അതിന്റെ കൂടെ തന്നെ ജോലിയും ചെയ്യും. ഈ പറഞ്ഞ ഗൗതം മേത്ത പിന്നീട് ഒരു ഫോട്ടോഗ്രാഫറായി മാറി. അദ്ദേഹം ഗുജറാത്ത് സമാചാറിലും ഇപ്പൊ റിട്ടയർ ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ആക്റ്റീവ് ആയിരിക്കും. കാരണം ആക്റ്റീവ് അല്ലാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റാത്ത ഒരാളാണ്. ഒരു ഭയങ്കര ഒരു മീശയും നീളത്തിലുള്ള മുടിയൊക്കെ ഉള്ള. അപ്പോ ഈ ഇലക്ഷന്റെ റിസൾട്ട് ഇങ്ങനെ സാധാരണ ഇങ്ങനെ ഏകദേശം ഈ ഫലമൊക്കെ ചൂടായി തുടങ്ങുന്ന ഒരു വൈകുന്നേരം സന്ധ്യയൊക്കെ ആകുമ്പോഴാണ്. രാത്രിയൊക്കെ ആകുമ്പോഴേക്കും പ്രത്യേക ലൈറ്റൊക്കെ ഇട്ടിട്ട് ഈ ഫലം അവിടെ എഴുതി കാണിക്കുന്നത് ഒരു ബോർഡൊക്കെ വെച്ചിട്ട് ചോക്കൊക്കെ ആയിട്ടാണ്. അപ്പൊ ഈ ഗൗതം മേത്ത ഒരു പ്രത്യേക സ്റ്റൈലിലാണ് എഴുതുന്നത്. അദ്ദേഹം അങ്ങനെ എഴുതിയിട്ട് എനിക്ക് തോന്നുന്ന ഉള്ളിന്റെ ഉള്ളിൽ അദ്ദേഹം ഒരു BJP സിമ്പതൈസർ ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും അദ്ദേഹം അവിടുത്തെ ആ ക്രൗഡിനോട് ശരിക്കും ഇടപഴകുന്ന കാണാൻ ഒരു ഭയങ്കര കൗതുകമായിരുന്നു. ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ഇങ്ങനെ അപ്പൊ അവിടെ അധികം വരുന്നത് BJP സപ്പോർട്ടേഴ്സും പിന്നെ ജനതാദൾ സപ്പോർട്ടേഴ്സും ഒക്കെയാണ്. അന്നത്തെ ഇലക്ഷൻ ആണെങ്കിൽ BJP ജനതാദളിന് അനുകൂലമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഫലം എഴുതിക്കൊണ്ടിരിക്കും. ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു ഏറൊക്കെ ഉണ്ട്. ഇങ്ങനെ ചെറുതാകുമ്പോഴത്തൊരു ക്രൗഡിലേക്ക് ഒരു ഏറ്. അപ്പൊ ആൾക്കാർ ഇങ്ങനെ ഭയങ്കര ഇളകി മറിയും ഓരോ ഫലം എഴുതുമ്പോഴും. അതിന്റെ ഇതൊക്കെ ആയിട്ട് അങ്ങനെ നടക്കും സംഗതികൾ. അപ്പൊ ഇതിങ്ങനെ തകർത്ത് ഏകദേശം റിസൾട്ട് വരാൻ തുടങ്ങിയപ്പോൾ തന്നെ BJPക്കും ജനതാദളിനും അനുകൂലമായിട്ടാണ് വരാൻ തുടങ്ങുന്നതെന്ന് മനസ്സിലായി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു അർദ്ധരാത്രിയൊക്കെ കഴിഞ്ഞ് 1:30, അന്നൊക്കെ ഞങ്ങളുടെ പത്രമൊക്കെ 2-2:30 വരെയാണ്. ആ സമയത്താണ് അന്ന് എഡിഷൻ പോകുന്നത്.
അത് കഴിഞ്ഞിട്ടാണ് പ്രിന്റ് ചെയ്യുന്നത്. ഇലക്ഷൻ ദിവസമൊക്കെ കുറച്ച് വെയിറ്റ് ചെയ്യും പ്രസ്സിൽ. ആദ്യത്തെ എഡിഷൻ അടിച്ചു കഴിഞ്ഞ് പിന്നെ സിറ്റി എഡിഷൻ കുറച്ച് ലേറ്റ് ആയിട്ട് കൊടുക്കാൻ നോക്കും. പക്ഷെ അതേസമയം അത് ഭയങ്കര ടെൻഷനുള്ള ഒരു ജോലിയാണ്, കാരണം ലേറ്റ് ആവാനും പാടില്ല. അപ്പൊ ഇതിങ്ങനെ തകർത്ത് ഒരു സ്റ്റേജ് എത്തിയപ്പോ അഹമ്മദാബാദിൽ ശരിക്ക് മദ്യനിരോധനം ഉള്ള സ്ഥലമാണ്. പക്ഷെ എന്റെ അറിവിൽ അഹമ്മദാബാദില് മദ്യം സുലഭമായിട്ട് കിട്ടും. അത് എങ്ങനെ മറ്റേ കിട്ടേണ്ടതെന്നുള്ള അവിടുത്തെ ആൾക്കാർക്ക് അറിയുകയും ചെയ്യും. അപ്പൊ എനിക്ക് തോന്നി വന്ന ആളുകൾ ഒരു രാത്രിയൊക്കെ ആയപ്പോ തുടങ്ങിയ ഏകദേശം നല്ല ഫിറ്റായി. ഒരു അർദ്ധരാത്രി കഴിഞ്ഞപ്പോഴേക്കും മുഴുവൻ ഫിറ്റാണെന്ന് തോന്നുന്നു. പിന്നെ അവിടെ ഭയങ്കര ബഹളവും ചാട്ടവും പാട്ടും കൊട്ടും ആട്ടവും എല്ലാം കൂടി ആയിട്ട് അങ്ങനെ ഭയങ്കര തകർക്കുന്നതിന്റെ ഇടയിൽ കുറച്ച് ആളുകൾ എനിക്ക് തോന്നുന്നു വീര്യം കുറച്ച് കൂടിപ്പോണ്ട. അത് ഒന്ന് ഈ BJPക്ക് കാര്യമായ സീറ്റുകൾ വരുന്നു, ജനതാദളിന് വരുന്നു, കോൺഗ്രസ് നിഷ്പ്രഭമാകുന്നു എന്നുള്ള സന്തോഷം. വേറൊന്ന് ഈ ഉള്ളിലിരിക്കുന്ന സാധനത്തിന്റെ ആ ഒരു വീര്യം. ഇതെല്ലാം കൂടി ആയിട്ട് അവിടെ ഒരു വലിയൊരു സിറ്റുവേഷൻ വന്ന് ഇവർ പിരിഞ്ഞു പോകുന്നില്ല. കാരണം ഏകദേശം ആ ഒരു സമയമാകുമ്പോഴേക്കൊക്കെ റിസൾട്ടൊക്കെ വന്ന് പിന്നെ അടുത്ത ദിവസം അതിന് സ്കോപ്പുള്ളൂ കൊടുക്കാൻ. പക്ഷെ ഇവര് പിരിഞ്ഞു പോവാതെ അവിടെ ഭയങ്കര ബഹളം എല്ലാം കൂടി ആയപ്പോൾ ഞങ്ങളുടെ അന്നത്തെ റെസിഡന്റ് എഡിറ്റർ ശ്രീ ഹരീഷ് കരയായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി സംഗതി ഇത് ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും ടൈംസ് ഓഫ് ഇന്ത്യ ഓഫീസ് തന്നെ ചിലപ്പോൾ ഇവര് കയ്യേറുന്നും തല്ലിപ്പൊളിക്കുന്നു. കാരണം ഒരു ബോധമില്ല ആർക്കും. അതുപോലത്തെ ഒരു സിറ്റുവേഷൻ. അദ്ദേഹം എങ്ങനെയോ ആരോ അയച്ചിട്ടാണോ ഇനി ഫോൺ ചെയ്തിട്ടാണോ, നരേന്ദ്രഭായ് എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. ഇന്നത്തെ മറ്റേ മോദി സാബ് അന്നത്തെ നരേന്ദ്രഭായ് ആണ്. ഇന്നും പലർക്കും നരേന്ദ്രഭായ് ആണ്. എങ്ങനെയോ നരേന്ദ്രമോദിയെ വിവരം അറിയിച്ച അദ്ദേഹം രാത്രി, അപ്പൊ അന്ന് നരേന്ദ്രമോദി സ്റ്റേറ്റ് ഓർഗനൈസ്ഡ് സെക്രട്ടറിക്കാണ്. അദ്ദേഹം ഒരു ബജാജ് സ്കൂട്ടറിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇവിടെ എവിടെയോ സ്കൂട്ടർ എവിടെയോ ഒതുക്കി വെച്ചിട്ട് അദ്ദേഹം വന്നിട്ട് ഇവിടെ വന്നിട്ട് ആൾക്കാരോട് കൈകൂപ്പിയിട്ട് അദ്ദേഹം വന്ന് അവിടെ നിന്നോടുകൂടി ഈ ജനം മുഴുവൻ അദ്ദേഹം എന്തോ ഒരു പ്രസംഗം നടത്താൻ പോവാന്നുള്ള രീതിയിൽ ഒന്ന് ശാന്തായി. പിന്നെ അദ്ദേഹം പറഞ്ഞ എന്താ വെച്ചാല് ഇലക്ഷന്റെ റിസൾട്ട്സ് ഒക്കെ വളരെ ക്ലിയർ ആണ്, നമ്മുടെ പാർട്ടിയും നമ്മുടെ അലയൻസ് പാർട്ട്ണറും മുന്നോട്ട് പോവാണ്, ഇന്നത്തെ ഫലങ്ങളുടെയൊക്കെ ഇത് ഏകദേശം കഴിഞ്ഞു, ഇനി നമുക്ക് ഇന്നിവിടെ കാര്യമില്ല. ടൈംസ് ഓഫ് ഇന്ത്യ മറ്റേ ഗൗതം മേത്ത എല്ലാവരും നമുക്ക് വേണ്ടി ഫലങ്ങളൊക്കെ തരുന്നതിന് കുറെ മെനക്കെട്ടു, നമ്മൾക്ക് ഭയങ്കര നന്ദിയുണ്ട്, ഇനി പക്ഷെ നമ്മൾ പിരിഞ്ഞു പോകണം, ദയവ് ചെയ്ത് നിങ്ങൾ. ഈ ഭയങ്കര വയലന്റ് ആയിരുന്ന ഈ ക്രൗഡ് അതോടുകൂടി ഭയങ്കര കയ്യടിയോടുകൂടി ആ പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ ഭയങ്കര കയ്യടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അങ്ങനെ ഒരു കൂപ്പ് കൈ എല്ലാ സ്ഥലത്തേക്കും കാണിച്ചിട്ട് എല്ലാവരോടും ഇങ്ങനെയും കാണിച്ചിട്ട് ജനം തന്നെ പിരിഞ്ഞുപോയി. ഞങ്ങൾക്ക് അത് കണ്ടപ്പോൾ അത് ഭയങ്കര രസമായി തോന്നി. കാരണം ഞങ്ങൾ പക്ഷെ എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നമ്മളൊക്കെ ഇരിക്കുകയാണ്, ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ബഹളം അതിര് വിട്ടു പോവോ, കയ്യാങ്കളിയിൽ അവസാനിക്കുമോ എന്നൊക്കെയുള്ള പോലീസ് വന്നിട്ട് വല്ല ലാത്തി ചാർജ് വേണ്ടി വരുമോ എന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ അദ്ദേഹം ഭംഗിയായിട്ട് ആ ക്രൗഡ് സൈക്കോളജി നല്ലോണം അറിയുന്ന ഒരു പൊതുപ്രവർത്തകൻ, അദ്ദേഹം അത് പറഞ്ഞു. അദ്ദേഹം അത് പറഞ്ഞോടുകൂടി അവർ പിരിഞ്ഞുപോയി. ഇതൊരു വളരെ എന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു ഇലക്ഷനാണിത്. അന്നത്തെ ഇലക്ഷനിൽ ഫലങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഗുജറാത്ത് ഇലക്ഷനിൽ ജനതാദൾ 70-ഉം BJP 67-ഉം കോൺഗ്രസ് 33. അങ്ങനെ ജനതാദളും BJPയും കൂടി ചേർന്ന് ഒരു ഗവൺമെന്റ് ഫോം ചെയ്തു. ഇതാണ് അന്നത്തെ ഒരു രസകരമായിട്ടുള്ള ഒരു ഓർമ്മ. അസംബ്ലി ആണോ അല്ലെങ്കിൽ അസംബ്ലി 1989-ലായിരുന്നല്ലോ ജനറൽ ഇലക്ഷൻ. 1989 നവംബറിലായിരുന്നു ജനറൽ ഇലക്ഷൻ. ആ കൊല്ലത്തെ ജനറൽ ഇലക്ഷൻ ആകെ 2 ദിവസം, നവംബർ 22-ഉം 26-ഉം ആയിരുന്നു 1989. VP സിംഗ് അധികാരത്തിൽ വന്നത്. ഇത് 1990-ലെ ഗുജറാത്ത് ഇലക്ഷൻ. അപ്പൊ ഈ VP സിംഗ് വന്നു, BJP പിന്തുണയുള്ള സഖ്യം എന്നുള്ളൊരു ആവേശമുണ്ട്. പിന്നെ ഇവിടെ എന്താ പറയുക, ജനതാദളിന്റെ കൂടെ BJP ഏകദേശം അതേ ശക്തിയായി. ജനതാദളിന് 70 ആണെങ്കിൽ BJPക്ക് 67, കോൺഗ്രസിന് 33. അങ്ങനെയായിരുന്നു. ചിമൻഭായ് പട്ടേലാണ് അന്ന് മുഖ്യമന്ത്രി ആയത്. അപ്പൊ ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് വളരെ ഓർമ്മയുണ്ട്. അതിനു മുമ്പ് തന്നെ ഞങ്ങൾക്ക് നരേന്ദ്രഭായ് സുപരിചിതനായിരുന്നു. കാരണം അദ്ദേഹം ഒരു ബജാജ് സ്കൂട്ടറിൽ ഈ പത്ര റിലീസും കൊണ്ട് വരുമായിരുന്നു, പ്രസ് റിലീസ്, പാർട്ടിയുടെ പ്രസ്താവനകളും പിന്നെ ഓരോ പ്രോഗ്രാംസും അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് പ്രസിഡന്റ് എഡിറ്റർ കയ്യിൽ കൊടുത്ത് ഇത് പ്രസിദ്ധീകരിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്ത് തിരിച്ചു പോകുന്ന കാഴ്ച സർവ്വസാധാരണമായിരുന്നു. ഒരു ബഹളമില്ല. ഇന്നത്തെ പോലെ തന്നെ വളരെ ശാന്തനായിട്ട് വരും. അവിടെ സെക്യൂരിറ്റി അവിടെ ഒപ്പിടും, ഉള്ളിലോട്ട് എഡിറ്റോറിയലിലേക്ക് പ്രവേശിക്കും, അവിടെ കൊണ്ടേ കൊടുത്ത് ചിലപ്പോൾ ഹരീഷ് ഖരെ ഫ്രീ ആണെങ്കിൽ ഒരു 5-10 മിനിറ്റ് സംസാരിച്ച് അദ്ദേഹം തിരിച്ചു പോകും.
ആരോടും ഞാനൊരു നേതാവാണെന്നോ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരാളാണെന്നോ BJP-യുടെ സർവശക്തനായ നേതാവ് ആവാൻ സാധ്യതയുള്ള ആളാണെന്നോ ഒന്നുമില്ല. ആലോചിച്ച് സാധാരണ ഒരു മനുഷ്യൻ. അല്ലേ? അതെ അതെ പ്രധാനമന്ത്രി അതെ 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 ഒരു അതെ. സാധാരണ ഒരു കുർത്തയും ഒരു പൈജാമയാണ് അദ്ദേഹത്തിന്റെ വേഷം. ഒരു ഇതും ഇല്ലാണ്ട് പോകും. അപ്പൊ എനിക്ക് ആ ബജാജ് സ്കൂട്ടർ ഇപ്പോഴും ഓർമ്മയുണ്ട്, അദ്ദേഹം വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇതാണ് എൻ്റെ ഒരു ചെറിയൊരു അനുഭവം. ഇനി മധുസൂദനൻ പറയും. ഈ ഇപ്പൊ പറഞ്ഞത് തന്നെ വലിയ അനുഭവം തന്നെയാണത്. ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അന്നൊരു സ്കൂട്ടറിൽ അവിടെ വരുന്ന കണ്ടതാണുങ്ങള്. അത് വലിയൊരു സംഗതിയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ അത്രയും വലിയൊരു ജനക്കൂട്ടത്തിനെ വെറും 2 വാക്കുകൾ കൊണ്ട് അവിടെ ശാന്തമാക്കി വായി വിട്ടോ എന്ന് പറയാനില്ല ആ ഒരു ഗട്സ് ഉണ്ടല്ലോ. അതൊക്കെ അന്നേ അയാള് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതുമാതിരി ഒരുപാട് രസങ്ങളാണ്. പക്ഷെ അന്ന് ഗുജറാത്തിൽ ഉണ്ടാവുന്ന മാതിരിന്റെ ഒരു ജന സപ്പോർട്ടും ഇല്ലാത്ത ഒരു സ്ഥലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്, കേരളത്തില്. ഇന്നും ഇല്ല. എന്നിട്ടാണ് അന്ന് അല്ല ഇന്ന് അതിന്റെ ഒരു 60% ഇല്ല, അതിന് മേലെ ഇന്ന് വളർന്നു കഴിഞ്ഞ്. അന്ന് അതൊന്നും ഇല്ലല്ലോ. അന്ന് നമ്മളന്നെ മറ്റേതല്ലേ ഈ കിട്ടുണ്ണി സർക്കസ് എന്ന് പറഞ്ഞ മാതിരി കിട്ടുണ്ണി സർക്കസ് എല്ലാത്തിനും ഒരാൾ നടത്തിയിരുന്നു അന്നത്തെ. അന്ന് നമ്മളെ കുറച്ച് നേതാക്കന്മാരുണ്ട്, ഓരെന്നെയാണ് എല്ലാം ചെയ്യുക. ഇതിപ്പോ ഗവർണറൊക്കെ ആയിട്ടിരിക്കുന്ന ശ്രീധരൻപിള്ളിയാണ് ഒരുവിധം എല്ലാ സാധനത്തിനും എന്ന് പറയാ. അയാൾ ഇല്ലെങ്കിൽ അന്നൊരു സംഗതി നടക്കൂല. കോഴിക്കോട് ജില്ല തരത്തിലായിരുന്നു. അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റിന്റെ കഴിഞ്ഞു. അപ്പൊ ഈ സ്ഥിരമായിട്ട് ഒരു ജില്ലാ പ്രസിഡന്റ് ഉണ്ടാവും, സ്ഥിരമായിട്ട് അങ്ങനെ ഒരു സ്ഥിരമായിട്ട് കുറച്ച് ആൾക്കാരുണ്ടാവും. ഓരെന്നെയാണ് BJP, അതിലപ്പുറത്തേക്കില്ല. അതൊരു തമാശ തന്നെയായിരുന്നു. ഒരു ഓഫീസ് സെക്രട്ടേറിയറ്റ് ഒരു വസ്തുതേട്ടൻ ഉണ്ട്. ആ വസ്തുതേട്ടൻ തന്നെ നേതാവ്. മൂപ്പര് തന്നെയാണ് മൂപ്പര് നേതാവ് തന്നെയാണ്. വസ്തുതേട്ടൻ തന്നെയാണ് സർവ്വസാധനം എഴുതുക, അയക്കുക. വസ്തുതേട്ടാന്ന് പറഞ്ഞിട്ട് ഒരു 100,000 ആൾക്കാരുണ്ട്. അങ്ങനെ അന്ന് വെങ്കടേഷ് നായകിന്റെ അതിന്റെ മുകളിലായിരുന്നു നമ്മുടെ ഓഫീസ്. ഗോൾഡിന്റെ ഷോപ്പില്ലേ, അതിന്റെ 4ാമത്തെ നിലയിലായിരുന്നു. ഈ ഇന്നത്തെ ഈ എലക്ഷൻ കൗണ്ടിങ്ങും, നാളെ ഇപ്പൊ എലക്ഷൻ കൗണ്ടിങ് ആണല്ലോ, നമ്മൾ അതിനെ പറ്റി പറയാ. പാർട്ടിനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കുറെ കഥകൾ പറയാനുണ്ടോ. അപ്പൊ അന്നത്തെ ഈ കൗണ്ടിങ് ഒക്കെ ഭയങ്കര രസമാണ്. ഇന്നത്തെ ഈ കൗണ്ടിങ്ങും അന്നത്തെ നമ്മളെ കൗണ്ടിങ്ങും ഒക്കെ തമ്മിൽ ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു തമാശ തന്നെയാണ്. അന്ന് കൗണ്ടിങ് എന്ന് പറഞ്ഞാല് ക്രിസ്ത്യൻ കോളേജിൽ വെച്ചിട്ടാണ് ഒരു കൗണ്ടിങ് ഉണ്ടാവുക. ടൗൺ ഹാൾ ഉണ്ടാവും ചിലപ്പോ. പിന്നെ അങ്ങനെ 3-4 സ്കൂളിൽ വെച്ചിട്ടാണ് ഈ കൗണ്ടിങ് ഒക്കെ ഉണ്ടാവുക. അപ്പൊ ഈ കൗണ്ടിങ്ങിനൊക്കെ ഈ സെഷനൊക്കെ വരുന്നതിന്റെ മുമ്പ് ഒരു ടേബിളിന്റെ ചുറ്റും ഒരു സൈഡിൽ നമ്മളെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരിയ്ക്കും, അതിന്റെ മറ്റൊരു സൈഡിൽ ഞങ്ങൾ പാർട്ടീന്റെ 3 ആൾക്കാർ ഇരിക്കും. അത് ഈ രാവിലെ 7 മണിയാകുമ്പോ ഇതിന്റെ അകത്ത് കയറണം. അപ്പൊ കേറി ഈ സാധനമൊക്കെ കുത്തി അവിടെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇല്ല, പെർമിഷൻ ഒന്നുമില്ല. പക്ഷെ BJP-ക്കാർക്ക് മാത്രം പെർമിഷൻ കിട്ടും. കാരണം നമ്മക്കൊന്നുമില്ലല്ലോ, എണ്ണാനും ഇല്ല, നമ്മളിങ്ങനെ പോയി ഇറങ്ങി നടന്നാലൊന്നും ആരോ അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത് ഒന്നും പറയില്ല. ഞങ്ങൾക്ക് എങ്ങനെ വേണം പോകാൻ, എന്ത് വേണം ചെയ്യാം. BJP-ക്കാർക്ക് മാത്രം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മറ്റൊരു തമ്മിൽ ഇതാണ് എന്താ പറയണ്ടത്, കീരി പാമ്പു കണ്ട മാതിരിയാ, അങ്ങനെ പോയിട്ടാ UDF-ഉം. ഇതൊക്കെ കൗണ്ടിങ് ഒക്കെ തുടങ്ങിയത് നമ്മക്കും അറിയാത്തൊന്നും വീഴാണ്ട പോലെ ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഇരിക്കും, വെറുതെ മേലോട്ടൊക്കെ നോക്കിങ്ങനെ ഇരിക്കും. കാരണം പക്ഷെ ആളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, കൗണ്ടിങ്ങിന് വരെ ആളില്ല, BJP തകർന്നടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളെന്തോ വലിയ സംഗതി മാതിരി അങ്ങോട്ട് എഴുതിക്കളെ. നമ്മളെ സംബന്ധിച്ചോളം നമുക്കൊന്ന് അറിയാം എത്ര വോട്ട് കിട്ടുന്നു. അപ്പൊ നിയോജക മണ്ഡലത്തിൽ കയറി വന്നാൽ പിന്നെ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ വരെ 10,000 വോട്ടൊക്കെ കിട്ടി. അസംബ്ലിയിലൊക്കെ ആവുമ്പോ 8,000, 7,000, 6,000 വോട്ടൊക്കെയാണ് കിട്ടാറ്. അപ്പൊ സ്ഥിരമായിട്ട് ചില ആൾക്കാരുണ്ട് നിൽക്കുന്നത്, ഓരെന്നെയാണ് സ്ഥിരമായിട്ട് എല്ലാ പരിപാടിക്കും ഉണ്ടാകുക. അങ്ങനെ നിൽക്കും. അങ്ങനെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടം അതും തമ്മിൽ ആലോചിക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു ഈ കൗണ്ടിങ്ങിനൊക്കെ പോയി ഇരുന്ന് കഴിഞ്ഞിട്ട്. അപ്പൊ 2 ഭാഗം അങ്ങനെ എണ്ണീറ്റ് പെട്ടിയിലേക്ക് ഇടുകയാണല്ലോ, ഈ 3 പെട്ടിയാ ഉണ്ടാകുക. അപ്പൊ അപ്പുറത്ത് ഇങ്ങനെ ഇട്ടു. അപ്പൊ കോൺഗ്രസ്സുകാർ ഇങ്ങനെ കണ്ണെന്ന് വെച്ചിട്ട് ഇരിക്കുക. ഇതിന്റെ അകത്തേക്ക് വീഴുന്നതിൽ അപ്പുറം നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങോട്ട് മാറി ഒന്ന് വീണ് പോയാൽ പോയില്ലേ. കെട്ടയച്ചിട്ട് ആദ്യം കെട്ട് ഇങ്ങനെ
കോൺഗ്രസ് 25-25ന്റെ ഒക്കെ കെട്ടാക്കും. ഇതിങ്ങനെ ഇടുകയ്യ അങ്ങോട്ട് കോൺഗ്രസ് BJP ഇങ്ങനെ നിരത്തില്ല. അപ്പൊ BJPക്ക് ഇതൊന്നും ഉണ്ടാവില്ല വീഴാൻ. ഇത് കോൺഗ്രസിന് ഇങ്ങനെ 10-20 വീട്, അപ്പുറം ഒരു 10-25 വീട്, അപ്പോഴും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴുമ്പോ ഇതൊന്നും ഉണ്ടാവില്ല വീഴാൻ. കൊറേ കഴിയുമ്പോ ഒന്ന് വീഴും. ഭയങ്കര വോട്ടേന്നോ. അങ്ങനെ ഒരു ബൂത്തൊക്കെ എണ്ണി കഴിയുമ്പോ ആകെ ഒരു 10-20-25 വോട്ടൊക്കെ ഇങ്ങനെ വന്ന് വീണിട്ടേ ഉണ്ടാവുള്ളൂ. ഒരു ബൂത്തുന്നൊക്കെ അത്രേ ഉള്ളൂ. ഒരു 10 വീടുണ്ടാവുമായിരിക്കും. ഒരു 10 വീടൊക്കെ BJPക്ക്. അപ്പൊ അവിടെ ഇരുന്നിട്ട് ഉറങ്ങിപ്പോകില്ലേ? ഇതാവുമ്പോ മറ്റവർക്ക് എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനെങ്കിലും ഉണ്ട്. അവര് തമ്മിലില്ല, അടിന്റെ ഇടയിൽ നമ്മളാണ് കോംപ്രമൈസ്. ശരി. എന്റെ ടേബിളിൽ എന്റെ ടേബിളിലെ ഇവരെ അങ്ങനെ പറ്റില്ല, അവിടെ ഒരു പ്രശ്നമില്ല അവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുത്തൊക്കെ ചെയ്യും. അവ നമ്മൾ ഇവരായിട്ട് ഭയങ്കര ബന്ധമായിരിക്കും. അതുകൊണ്ട് കാരണം ഇവർക്ക് ഒരു രസമാണ്, നമ്മളൊരു രസം വരക്ക്. നമ്മളൊന്ന് നിങ്ങൾക്ക് ഒന്നും നോക്കാനില്ലല്ലോ, പോയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു തമാശ വെക്കല. പക്ഷെ അതിന് ഉച്ചക്ക് ഞാൻ പതുക്കെ പുറത്തൊക്കെ ഇറങ്ങും. ഇതിന്റെ ഉള്ളിൽ കൗണ്ടിങ്ങിന് ഒന്നും പുറത്ത് പോയിട്ട് അതിന്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ ഇത് കഴിയാണ്ട് ഇറങ്ങാൻ പറ്റില്ല. അന്നൊക്കെ നമുക്ക് നിയമപ്രകാരം പുറത്തിറങ്ങാൻ പാടില്ല, ഇറങ്ങാൻ പാടില്ല. അപ്പൊ ഞാനെന്തൊക്കെ പതുക്കെ അതിന്റെ നമ്മളെ കോളേജിന്റെ ഒക്കെ സൈഡിൽ കൂടെ ഒക്കെ ചാടിയിട്ട് നമുക്ക് അന്ന് കോളേജിന്റെ ഉള്ളിൽ വഴി കയറുകയും ചെയ്യുമല്ലോ. ഞാൻ പതുക്കെ ചാടിയിട്ടൊക്കെ പോകും. പോയിട്ട് ഉച്ചക്കത്തെ വലിയ ഭക്ഷണമൊക്കെ വാങ്ങിക്കൊണ്ടുവരും എല്ലാവർക്കും. ഇല്ലേ നമ്മള് എല്ലാവർക്കും ബിരിയാണി ഒക്കെ കിട്ടുമ്പോ നമുക്ക് സാധാ ചോറാ. നമ്മൾ പൈസ മാറ്റില്ലേ. നമുക്ക് സാധാരണ സാധാ ചോറ് സാധാരണ വാങ്ങുന്ന മാത്രം വെട്ടിയിലാക്കിയിട്ട് കൊണ്ടുപോയിട്ട് ഇവിടെ എല്ലാവർക്കും പോകും. മറ്റവർക്ക് ബിരിയാണിക്ക് വയ്ക്കണം. ഭയങ്കര കൗണ്ടിങ്ങിന്റെ ആൾക്കാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും പൈസ ഇങ്ങനെ ഒഴുകുകയാണല്ലോ. ഒരു ഭരണപക്ഷവും പ്രതിപക്ഷമൊക്കെ ആയിട്ട് ഇങ്ങനെ ഞെട്ടിക്കുന്ന ആൾക്കാരല്ലേ. നമ്മൾ ഇങ്ങനെ സാധാരണ ആൾക്കാര് ഇത് നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെള്ളം ഇറക്കിയിരിക്കുക. അങ്ങനെ വൈകുന്നേരം വരെയൊക്കെ ഇരിക്കണോ? വൈകുന്നേരം വരെ ഈ രാത്രി 12, അതിന്റെ ഇടയിലാണ് എന്തെങ്കിലും ഒരു 12 വോട്ട് 2 വോട്ട് ഒരാൾക്ക് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് ജാസ്തി കിട്ടി, മറ്റവന് കുറച്ച് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വരിക. ഈ എണ്ണിയ സാധനം മുഴുവൻ രണ്ടാമത് എണ്ണണമെന്ന്. മാതിരി മിഷൻ ഇങ്ങനെ എടുത്തിട്ട് 4 സ്വിച്ച് അമർത്തിയാൽ പോരല്ലോ. ഇത് മുഴുവൻ ഓരോ 25ന്റെ കെട്ടാക്കി വെച്ച ഈ സാധനം മുഴുവൻ എണ്ണി ഉണ്ടാകണ്ടേ. ആ 25ന്റെ കെട്ടു എണ്ണണോ? എന്നാണ്ട് വിടൂല. ഇവര് വാശി പിടിച്ചാളോ. നമ്മൾ വിചാരിക്കും ഇതിന് 2 വോട്ടിനൊക്കെ വേണ്ടി ഇത്ര കരയുന്നത്. എന്നാലും അയ്യെ വിടൂല. അങ്ങനെ രാത്രി 12 മണിത്തിനുള്ളിൽ കയറിയോ കുടി. മറ്റവരത് അതല്ല, മറ്റവരത് ഭയങ്കര രസമാണ്. മറ്റവരത് ജയം തോൽവി ഇങ്ങനെ വരില്ലേ. അപ്പൊ ഇതിന് ഭയങ്കര രസം ഉണ്ടാവും. നമുക്ക് അത് കിട്ടൂലല്ലോ. നമുക്കത് വെറുതെ ഇരുന്നിട്ട് മേലോട്ട് നോക്കി ഇരിക്കുക എന്നല്ലാണ്ട്. അപ്പൊ ഈ കൗണ്ടിങ്ങിനന്ന് BJPക്കാർക്ക് ആളെ കിട്ടാൻ തന്നെ പ്രയാസ. കാരണം മനോരമേന്റെ മുന്നില്, മാതൃഭൂമിന്റെ മുന്നില്, ദേശാഭിമാനി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് ഓരോ ജയിക്കുന്നതായിട്ടില്ല സാധനങ്ങളൊക്കെ അങ്ങനെ വിടർത്തി എറിയല്ലേ ആ ദേശാഭിമാനിന്റെ മുന്നില്. ഇങ്ങനെ 2 സൈഡിലും മൈക്കൊക്കെ വെച്ച് വലിയ ബോർഡൊക്കെ വെച്ചിട്ട് അവിടുന്ന് ഇങ്ങനെ എഴുതി ഇങ്ങനെ ഒട്ടിക്കല്ലേ. ചേർത്തല നിയോജക മണ്ഡലം എണ്ണിയപ്പോൾ, മറ്റേ എണ്ണിയപ്പോൾ, ആലപ്പുഴ എണ്ണിയപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇത് ഫുൾ ടൈം ഭയങ്കര അനൗൺസ്മെന്റ് ആക്കി. അപ്പൊ മനോരമേന്റെ അവിടെ ഫുൾ കോൺഗ്രസ്സുകാർ ജയിക്കുന്നതേ ഉണ്ടാവും. വേറെ ആരും ജയിക്കുന്നത് ഉണ്ടാവില്ല. മറ്റവരതൊക്കെ പിന്നെ കടലാസാ. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ഒന്നും അവർക്ക് വലിയ പ്രശ്നമല്ല. BJPന്റെ പറഞ്ഞാലായി ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മളിതിങ്ങനെ എന്തെങ്കിലും കേൾക്കുക ചെയ്ത് എന്തെങ്കിലും ഒരു ചെറിയ കൊടിയൊക്കെ ഞങ്ങൾ ഗീശയിൽ വെക്കും. ഇതൊന്ന് പൊന്തിക്കണല്ലോ. ഒരു ആഗ്രഹമല്ലേ. മറ്റൊരു പൊന്തിക്കാൻ പറ്റൂല. ഗീശയിൽ തന്നെ അമർത്തി വെച്ചിട്ട് മണ്ടാട് മടങ്ങിയിട്ട് പിന്നെയൊക്കെ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കാണ് ഒരു 2 സീറ്റ് ഗുജറാത്തിൽ കിട്ടി, അല്ലെങ്കിൽ ഒരു 4 സീറ്റ് അപ്പുറം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അദ്വാനിജി ജയിച്ച്, വാജ്പേയി ജയിച്ചു എന്നൊക്കെ പറഞ്ഞു വരിക. അതങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഞങ്ങളൊരു ബാൻഡൊക്കെ വിളിച്ചിട്ട് ഇറക്കിക്കളയും. അല്ലെ ഒരു ചെണ്ടെങ്കിലും മുട്ടിയിട്ട് SSPയുടെ കൂടെ ഒന്ന് പോകും. കാരണം നമുക്കിത് പോകാനൊരു ആഗ്രഹമല്ലേ. ഇത് മറ്റൊരിങ്ങനെ അപ്പൊ നമുക്കിതൊന്ന് പോകണമെന്നൊരു വലിയ വാശി ഉണ്ടാകുമല്ലോ. ഞങ്ങൾക്ക് എവിടെയെങ്കിലും അന്ന് അങ്ങോട്ടേ ഉള്ളൂ, നോർത്തിലേക്ക് നോക്കി ഡാൻസ് കളിക്കണ്ടേ. മധ്യപ്രദേശ്. ഇന്നത്തെ മാതിരി ഇന്ന് ഇന്ത്യന്റെ പ്രസിഡന്റ് മുതൽ ഇവിടെ പഞ്ചായത്തിൽ വരെ BJPക്കാര് ലാവിഷാണ്. ഇന്ന് ഇന്ത്യന്റെ പ്രസിഡന്റ്, ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇനി അവിടുത്തെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം BJP ഉള്ളൂ.
അത്രേ ഉള്ളൂ. ആ അന്ന് അതല്ലല്ലോ. അന്ന് ഇന്ദിരാഗാന്ധി ജയിക്കുന്ന മറ്റവൻ കരുണാകരൻ ജയിക്കുന്ന പിന്നെ നായനാർ ജയിച്ച വോട്ടൊക്കെ ഇങ്ങനെ കേട്ടിട്ട് നമ്മളിങ്ങനെ മേലോട്ട് നോക്കി ഇരിക്കുകയാണ്. ഇത് എന്നെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് പറയുമോ ഒന്നിട്ട് പറയാണ്ടാവില്ല. അവസാനം ക്ഷീണിതനായിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ പോകുന്ന ഒരു രംഗമാണ് ഉണ്ടാവുക. എന്താ നമ്മളെ അടുത്തേന്ന് നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഓഫീസിൽ പോയിട്ട് എങ്ങനെയെങ്കിലും വസ്തുവായിട്ടോട് പറഞ്ഞപ്പോൾ ഒരു 2 സീറ്റ് കിട്ടിയില്ലേ, മറ്റേ ഗുജറാത്തിൽ 10 സീറ്റ് ഇട്ട് അല്ലെ ഗുജറാത്ത് ഭരണം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ അസംബ്ലി ഒക്കെ കണ്ടിട്ട് നമ്മളിവിടെ ഡാൻസാ. അതിന്റെ രസം ഭയങ്കരം തന്നെ. അപ്പൊ വോട്ടെണ്ണലിന്റെ കാര്യത്തിലൊക്കെ പോവുക. അങ്ങനെ വോട്ടെണ്ണി രാത്രി 12 ഒരു നമ്മൾ ഒരു കോൺഗ്രസ്സുകാരെ ഒരു കൗൺസിൽ ഇലക്ഷൻ, ഞാനിത് സ്ഥിരമായിട്ട് എനിക്കൊരു പണി ഉണ്ടായിരുന്നു. ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും ഒരു കൗണ്ടിങ് ഏജന്റ് ഞാൻ ഉണ്ടാവും. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ പോയി നിന്നിട്ടുണ്ട്. ഞാൻ കൗൺസിലില് ഞാൻ മത്സരിച്ചിരുന്നു, 2 പ്രാവശ്യം മത്സരിച്ചിരുന്നു. അന്ന് വേറെ രസമുണ്ട്. ഈ കൗൺസിലിൽ മത്സരിച്ചപ്പോ ആദ്യമായിട്ട് മത്സരിക്കും. നടക്കാവ് ഗേൾസ് സ്കൂളിലാണ് ഞാൻ. പിന്നെ ഞാനെല്ലാരും വരുന്നവരോടൊക്കെ പോയിട്ട് ബൂത്തിന്റെ അവിടെ തന്നെ വോട്ട് പിടിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ആരും ഇനി എതിർത്തില്ല. കാരണം എനിക്ക് വോട്ട് കിട്ടൂല എന്നുള്ളതാണല്ലോ ഞാൻ പിന്നെ ചോട്ടയെന്നില്ല ശേഷം മറ്റവർക്ക് 2 ഉണ്ട്. അപ്പൊ ഞാൻ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരെ നോക്കുന്നു, കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു കണക്കൂട്ടല്, കമ്മ്യൂണിസ്റ്റുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ഒരു കണക്കൂട്ടലുണ്ട്. അപ്പൊ ഞാൻ പിടിച്ചോട്ട വോട്ട് എന്നുള്ളതാ. അപ്പൊ ഇന്നെ മാത്രം ലൂസ് അല്ലെങ്കിൽ ആലോചിച്ച് നോക്കും, ബൂത്തിന്റെ അകത്ത് നമ്മൾ അനങ്ങാൻ സമ്മതിക്കും, ബൂത്തിന്റെ മുന്നിലൊന്നും ചെയ്യാൻ പറ്റി സമ്മതിക്കും. ഞാൻ ഗേറ്റിന്റെ അവിടെ വരുന്ന ആൾക്കാർ നമ്മള് സ്കൂളിൽ നിന്ന് വോട്ട് ചെയ്യണേ നമസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരോടും പറയും. അങ്ങനെ നമ്മള് ഇന്നത്തെ ചീഫ് സെക്രട്ടറി ഇല്ലേ, ഡോക്ടർ വേണു വോട്ട് ചെയ്യാൻ വരിക. വേണു ഒന്ന് IAS കിട്ടിയിട്ട് ഒബ്സർവറാ. ഒബ്സർവറാണ് ഞാൻ. എനിക്കിത് ഓർമ്മയുണ്ടോ? ഞാൻ വേണു നമസ്കാരം, ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് വോട്ട്. അപ്പം വേണു പതുക്കനുണ്ട്, ഞാൻ ഒബ്സർവറാണ് എങ്ങോട്ട് നിന്നോന്ന് എന്നോട് വർത്തനൊക്കെ പറഞ്ഞിട്ട് തോളില് കൈയിട്ടാൽ ആകെ പ്രശ്നമാവൂലേ. ഞാൻ ഒബ്സർവറാണ് അങ്ങോട്ട് കീന്ന്. അപ്പോഴാണ് ഞാനും ആലോചിച്ചത്. അപ്പൊ നോക്കുമ്പോ എന്റെ കാറിന്റെ മേലെ വലുതാക്കി എഴുതി ഒട്ടിച്ചിട്ടുണ്ട് ഒബ്സർവർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓന്റെ വോട്ട് എന്റെ ഇതിലാണ്, വേണു ഒരേ വാർഡിലാണല്ലോ. അപ്പൊ ഞാൻ വോട്ട് ഇതില്ല. പിന്നെ ഞാൻ അവിടുന്ന് പതുക്കെ മാറി നിന്ന്. നമ്മളെ മുനീറിന്റെ ഉമ്മക്കൊക്കെ നമ്മളെ ഇതിലായിരുന്നു, MK മുനീറിന്റെ ഒക്കെ വോട്ട് ഞാൻ ഒരേ ഇതിലായിരുന്നു. ഉമ്മനോടൊക്കെ ഞാൻ പോയിട്ട് പിന്നെ ആദ്യമായിട്ട് അടുക്കളയിൽ പോയിട്ട് ഞാൻ വോട്ട് ചോദിച്ചിട്ടുണ്ട്, BJPക്ക് വേണ്ടിയിട്ട്. അതൊക്കെ ഞാൻ പോയി കയറി ചെല്ലുന്നതിനെ കൊണ്ട് വലിയ പ്രശ്നമില്ലല്ലോ, നമ്മള് സുഹൃത്തുക്കളൊക്കെ അതിനെ കൊണ്ടും നമ്മളെ അതിനെ കൊണ്ട്. അങ്ങനെ പിന്നെ ആ ഇലക്ഷന് കോൺഗ്രസിന്റെ നേതാവ് ഈ വോട്ട് ഇങ്ങനെ എണ്ണിക്കൊണ്ട് കഴിഞ്ഞപ്പോ ഒരു 25 വോട്ടിനാണ് അയാൾ തോക്കുന്നത്. ഞാൻ നിന്നതിനെ കൊണ്ട് തോറ്റതാണ്. കാരണം കുറെ 25-27 വോട്ടിനിട്ടാണ് അയാൾ തോക്കുന്നത്. അല്ല 125 വോട്ട്. അപ്പൊ ഞാൻ 400 വോട്ടോളം ഞാൻ പിടിച്ചില്ലേ. അല്ലെ 400 വോട്ടൊന്നും അന്ന് BJPക്ക് ഇല്ല, ഒരു വാർഡിൽ ഇല്ല, സ്വപ്നം കാണില്ല. അന്ന് ഞാനിതിങ്ങനെ 400ഓളം വോട്ട് പിടിച്ചപ്പോ ഇയാൾ തോറ്റു പോവുകയാണ്. അപ്പൊ ഇയാള് മോനെ ഇന്നെ പറ്റി ചതിച്ചല്ലോ വളരെ ദയനീയമായി എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇയാൾ പതുക്കെ തലചുറ്റി ഇരുന്ന് ഇങ്ങനെ വീണ് ചെരിഞ്ഞു കഴിയാണ്. സ്ഥാനാർത്ഥി. പക്ഷെ അയാൾക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, അയാളുടെ സംഗതി എന്താ വെച്ചാൽ അയാൾ കോൺഗ്രസ്സുകാരനാ. അപ്പൊ മറ്റേത് കിഷൻ ചന്ദേവിന്റെ ഒരു എതിർ സ്ഥാനാർത്ഥി. അയാള് ജയിക്കുന്നു, അയാൾ പിന്നെ ഡെപ്യൂട്ടി മേയറൊക്കെ ആയി, കോഴിക്കോട് ഡെപ്യൂട്ടി മേയറൊക്കെ. അപ്പൊ ഇയാള് ജയിക്കുന്ന അത്രയും ഉറപ്പിച്ചതാ. ഇയാളെ സ്ഥിതി എന്താ വെച്ചാല് ഇയാള് പിന്നെ ഏതൊരു മരിച്ച വീട് എവിടെ കണ്ടാലും അത് സൈക്കിൾ എടുത്തിട്ട് അപ്പൊ അവിടെ എവിടെയെങ്കിലും സൈക്കിൾ എവിടെ അതിന്റെ അവിടെ ചാരി വെച്ചിട്ട് ഇയാൾ സൈക്കിളിന്റെ മേലെ ഇങ്ങനെ പോവുക ചെയ്യാൻ. അവിടെ അപ്പം കയറും. ആ മരിച്ച വീട്ടില് മൂപ്പരാണ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് കർമ്മങ്ങൾ. അങ്ങനെ ഇയാൾ കയറി ഇറങ്ങിയ മരിച്ച വീട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇയാൾ ഒരു നിയോജക മണ്ഡലത്തിൽ ജയിക്കേണ്ട വോട്ടിട്ടു. അസംബ്ലിയിലേക്ക് പോകേണ്ട വോട്ടയക്ക് കിട്ടേണ്ടതാണ്. അത്രയും ചാവിനും മൂപ്പര് കൈകാര്യം ചെയ്തിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരാളാണ് അയാൾ. തോറ്റു പോകല്ലേ. അപ്പൊ ഇയാളാകെ ക്ഷീണിതമായിട്ട് മൂപ്പര് മൂപ്പര് മോനെ ഇന്നെ ചതിച്ചാണല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് സൈഡിൽ അങ്ങോട്ട് ഇരുന്നേച്ച്. എനിക്ക് ചിരിയാ വരുന്നത്. എനിക്ക് 400 ഇട്ട് മറ്റേ പിന്നെ കൗൺസിലർ ആയ മാതിരിയാ ഞാൻ നിൽക്കുന്നത്. കാരണം നമുക്ക് അത്രയല്ലേ കിട്ടാറുള്ളൂ. അങ്ങനെ ഇത് വലിയൊരു അനുഭവം വരുന്നത്. ഒരു സ്ഥാനാർത്ഥി തലറ്റി പോവല്ലേ. പാവം അയാൾ മരിച്ചുപോയി. അയാൾക്ക് അന്നേ അയാൾ നല്ല വയസ്സുണ്ട്.
നമ്മളച്ഛനൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ള ഒരാളായിരുന്നു. അയാൾ എന്നിട്ട് തലേറ്റ് എന്നിട്ട് മറ്റേയാൾ ഡെപ്യൂട്ടി മേയർ ആകുന്നു. പിന്നെ അങ്ങനെ 2 പ്രാവശ്യം ഞാൻ മത്സരിച്ചത് 2 പ്രാവശ്യം നല്ല അനുഭവങ്ങളായിരുന്നു. ഇങ്ങനെയല്ലേ കാരണം നമുക്കൊന്നും പോകാനില്ല. പക്ഷെ നമ്മൾ മറ്റവർക്ക് ഒരു വലിയ ഫൈറ്റും കൊടുക്കുക. അന്നങ്ങനെ നല്ല അതെ ഫൈറ്റ് അതെ കൊടുക്കാൻ പറ്റി. ഇന്നിപ്പോ അതില് ഞാൻ മത്സരിച്ച ഒരു വാർഡില് ബിജെപിന്റെ കൗൺസിലറാണ്. അത് ശരി. നമ്മളന്ന് വിത്തിട്ടു. ഇന്നത് ഉം, ഉം. ആരോ അത് മുളച്ചു. കൊയ്തെടുത്തിട്ട് മൂപ്പര് ഉം, ഇരിക്കുന്ന ഒരു സന്തോഷമുണ്ട്. ഉം, അങ്ങനെ നമ്മള് ഉം. പോകുമ്പോ പല വീട്ടിൽ നിന്ന് നമ്മള് പുച്ഛാണല്ലോ. അതെ വേറെ പണിയില്ല ഇവനൊക്കെ ഏത് വേറെ ഇത് പിന്നെ ബിജെപിക്ക് വേണ്ടിയിട്ട് വന്നിന് അങ്ങനെയല്ലേ ബിജെപി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കുന്ന ഒരു ഇതായിരുന്നു. അങ്ങനെ ആ- ആ ഒരു ആ ഒരു കൗണ്ടിങ്ങിൽ നമ്മൾ അന്നിരുന്ന ഒരു അനുഭവമാണ് അത്. ഉം, ഉം, അത് കഴിഞ്ഞിട്ട് ഇതൊരു കൗണ്ടിങ് ആണ് ഇന്ന് കാണുന്നത്. ഉം. ഇന്ന് കാണുന്ന അതെ കൗണ്ടിങ്ങിൽ ജനങ്ങൾക്കൊന്നും ഇതില്ല. മറ്റേ ഈ കിളികളെ കൂട്ടിലിട്ട മാതിരിയാ പ്രതിനിധികളൊക്കെ ഇപ്പുറം മറ്റേ നെറ്റൊക്കെ അടിച്ചിട്ട് വലിയ മുളയൊക്കെ വെച്ച് 5 തോക്കൊക്കെ ആയിട്ട് പോലീസുകാരൊക്കെ നിന്ന് അന്നാകെ ഒരു പോലീസുകാർ അവരുടെ മുന്നിൽ ഉണ്ടാകും, അത്രേ ഉള്ളൂ. ഉം, ഇത് 5-10 തോക്കൊക്കെ ആയിട്ട് ഭയങ്കര മെഷീൻ ഗണ്ണൊക്കെ ആയിട്ട് പോലീസുകാർ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് മിഷൻ ഇങ്ങനെ പൊന്തിച്ച് കാണിക്കുക ഇത് ഓണാക്കുന്നത്. ഞാൻ ഈ മിഷനിന്റെ ഒപ്പം ഞാൻ പോയിട്ടുണ്ട്, കൗണ്ടിങ്ങിന് അത് പോയിട്ടുണ്ട്. ശരി. പക്ഷെ ആ ഇങ്ങനെ ഇങ്ങനെ ഇത്ര ബോറായിട്ടില്ല. ഇല്ല, ഇത് ജനങ്ങൾക്ക് ഒരു ഉം, വലിയ ഉം, ജനങ്ങൾ വെറുതെ അപ്പുറം നിൽക്കുകയാണ്. ഈ ഉം, പിന്നെ ഉം. ലവ് ബേർഡ്സിനെയൊക്കെ കൂട്ടിലിട്ട മാതിരി നിൽക്കുക. ഇങ്ങനെ പല ജാതി സ്ഥലങ്ങൾ ഇങ്ങനെ അതിലേക്ക് നോക്കിയിട്ട് അങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അതിലിങ്ങനെ വരും ഉം. കൗണ്ടിങ്. അതിങ്ങനെ നോക്കി ഓക്കെ പറഞ്ഞാൽ ഓക്കെ. അതിങ്ങനെ ഇത്ര വോട്ട് എഴുതി. ഉച്ചക്ക് 10, 11 മണി 12 മണിയാകുമ്പോഴേക്ക് പരിപാടി കഴിഞ്ഞ് ഒരു വൈകുന്നേരം 4, 5 മണിയാകുമ്പോഴേക്ക് സ്ഥാനാർത്ഥി വന്ന് ഒപ്പിട്ട് എല്ലാം കഴിഞ്ഞ് പൂട്ടി എല്ലാവരും വീട്ടിൽ പോയി. ഉം, ഇന്നത്തെ ഉം, സ്ഥിതി അങ്ങനെയാ. അന്നത്തെ മാതിരി 1 മണി ഉം. 2 മണി വരെ റീകൗണ്ടിങ്. ചില റിസൾട്ടൊക്കെ പിറ്റേ ദിവസം രാവിലേക്കാണ് അറിയാൻ കഴിയുക. ഇന്നത്തെ മാതിരി അല്ല. ഇന്നത് ഉം. ഒക്കെ അല്ല സാങ്കേതിക ഇപ്പൊ അതിന് ശേഷം കുറച്ചുകൂടി ഡിലേ വരാൻ തുടങ്ങി. അതായത് ഈ വോട്ടെല്ലാം കൂടി മിക്സ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. അതൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഈ ഇതെല്ലാം കൂടി ഇപ്പൊ കുറേശ്ശെ ലേറ്റ് ആവാൻ തുടങ്ങി. ഈ പറഞ്ഞ ഒരു സമയത്ത് വളരെ സ്മൂത്ത് ആയിരുന്നു. നല്ല സ്മൂത്ത് ആയിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി ഇലക്ഷൻ കമ്മീഷൻ കുറച്ചും അല്ല കൂടി ഈ നിയന്ത്രണങ്ങൾ എന്തൊക്കെയോ അല്ല ആ കൂടുതൽ കൊണ്ടുവന്നു. നിയന്ത്രണവും ഗ്രൗണ്ടിലൊക്കെ ഉണ്ടാവുമല്ലോ. കാരണം ഇപ്പത്തെ ആൾക്കാർക്ക് ഈ കോൺഗ്രസ്സുകാർക്ക് ഇപ്പൊ ഒരു തകരാറുണ്ടല്ലോ. ഒരു തോക്കുമ്പോ അവർക്ക് ഈ മിഷൻ തകരാറാ, വരാറാണ്. മിഷൻ ശരിയല്ല. ഇപ്പൊ കർണാടകയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് എല്ലാരും ജയിച്ച്. അന്നിന് ഈ മിഷന് വലിയ കുഴപ്പമൊന്നുമില്ല. അതെ സ്ഥാനാർത്ഥി എല്ലാരും ജയിച്ചും മന്ത്രിസഭയൊക്കെ ഉണ്ടാക്കി. അപ്പൊ അന്ന് കോൺഗ്രസ്സുകാർക്ക് ഇതൊന്നും EVM വെസ്റ്റ് ആയിരുന്നു. ഒരു പ്രശ്നമില്ല. കുഴപ്പമില്ലാത്ത സാധനമായിരുന്നു. BJP ജയിച്ചോ അപ്പം പറയും EVM ആണ്. അപ്പം പറയും മറ്റേ അതെ എന്താണ് ബാലറ്റ് മറ്റേ ഒന്ന് ചെക്ക് ചെയ്യണം, അതിന്റെ VVPAT ഇത് വിഴുന്നത് ശരിയല്ല, അതിന് വേറെ കുഴപ്പമുണ്ട്, അതിന് കേസ് കാര്യങ്ങൾ ഇതൊക്കെ മറ്റേ എന്താ നമ്മളെ ഇലക്ഷൻ കമ്മീഷൻ ഇതിന്റെ മുമ്പ് എല്ലാരെയും വിളിച്ചിട്ട് എല്ലാരും വന്നിരുന്നിട്ട് ഇന്ന് അതിന്റെ കംപ്ലൈന്റ് കാണിച്ചു തരാൻ പറഞ്ഞതാ. ആർക്കും അതെ അതൊന്നും കാണിക്കാനുണ്ടായ പറ്റിയില്ല, ഒരാൾക്ക് പറ്റില്ല. ഒന്നും പറ്റിയിട്ടില്ല. എന്നിട്ട് അതിനെയാണ് നാളെ മുതൽ തുടങ്ങും ഇപ്പൊ. പിന്നെ അപ്പൊ അങ്ങനെയാണ് അതിനൊക്കെ എന്തൊക്കെയോ തയ്യാറെടുപ്പ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. ഉണ്ടാവുക. അതൊക്കെ അങ്ങനെയായിട്ട് ഭയങ്കര ഗംഭീരായിരിക്കും ഇപ്രാവശ്യം തൃശ്ശൂർ പൂരന്മാരായിരിക്കും. ഉഷാറാക്കും. കാരണം അത്രയും വലിയൊരു തോൽവിയാണല്ലോ നോക്കി നിൽക്കുന്നത്. നിൽക്കുന്നത്. അപ്പൊ അതിന് പലതും ഉണ്ടാവും. അതൊക്കെ വല്ലാത്തൊരു ഒരു ഇതാണ്. അതൊരു പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു ഉളുപ്പില്ലാത്തൊരു പണി ഒരുങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും. അത് ഒരു ശീലായിപ്പോയി. പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു. അതിപ്പോ ഈ BJP ജയിക്കാൻ തുടങ്ങിയപ്പോ ഉണ്ടായ ഒരു തകരാറാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, അസൂയ ഉണ്ടാകുമല്ലോ അല്ലേ. അല്ല BJP ഒരിക്കലും അങ്ങനെയുള്ള ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. ഒരിക്കലും ഉണ്ടായില്ല. ഒരിക്കലും പറഞ്ഞു ഒരിക്കലും. വളരെ തികഞ്ഞ മാന്യമായിട്ടാണ് തോൽവിയാണെങ്കിൽ തോൽവി തോൽവി. ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ഇപ്പൊ ഈ ഹിമാചൽ പ്രദേശില് കഴിഞ്ഞതിൽ തോൽവി ഉണ്ടായി. ആരെങ്കിലും പറഞ്ഞോ ഇത് തകരാറാണെന്ന്? ആരും പറഞ്ഞിട്ടില്ല. എല്ലാരും മിണ്ടാതിരുന്ന് വളരെ ഡീസന്റ് ആയിട്ട് പോവുകയായിരുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പലതും കണ്ടിട്ടില്ലേ. ഈ ഇത് അങ്ങനെ ഒരു കൗണ്ടിങ് കഴിഞ്ഞതില് പിന്നെ കടലാസ് ഇങ്ങനെ എണ്ണുന്ന ഒരു കൗണ്ടിങ്, അതൊക്കെ കഴിഞ്ഞില്ല. അതിൽ ഏറ്റവും രസം ഈ കൗണ്ടിങ് സമയത്ത് അന്നത്തെ കാലത്ത് ഇന്ന് ഈ ടിവിന്റെ മുന്നിൽ നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുന്ന ആ ഒരു രംഗം. അന്ന് ഈ മനോരമേന്റെ മുമ്പിലും മാതൃഭൂമിന്റെ മുന്നിൽ പോയി ഇവിടുന്ന് സൈക്കിൾ എടുത്തിട്ട് മാതൃഭൂമി വരെ ഒന്ന് പോയോ അതിന്റെ ഇടയിൽ ഒന്ന് പിന്നെ
അവിടെ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയൊക്കെ പോകുന്നതാണ്. ഉം. അവിടെ ഒന്ന് പോയിട്ട് ഉം. അതിന്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കളിച്ച് നോക്കി, എന്നിട്ട് ഉം. ഒന്ന് ഉം. ദേശാഭിമാനി വരെ ഒന്ന് പോയി ഒന്ന് ചുറ്റി, എന്നിട്ട് പിന്നെയും വന്ന് ഉം. മനോരമന്റെ അവിടെ നിന്ന്, എന്നിട്ട് അന്ന് ഊണ് കഴിക്കൂല ഒന്നുമില്ല. അന്ന് ഫുൾ ടൈം ഇതാണ്. അതെ, അന്ന് ഫുൾ ടൈം ശരിയാണ്. ഇതിന്റെ മുമ്പിൽ നിന്നിട്ട് ഇതിന്റെ ഒരു രസത്തിലാണത്. നേരെ പിറ്റേ ദിവസം രാവിലെ വരെ പുലർച്ചക്കൊക്കെ അനൗൺസ്മെന്റ്. അപ്പൊ എന്റെ വീട്ടിന്റെ ഉം. അകത്തേക്ക് കേൾക്കാം. ഉം. ഉം. മനോരമേന്ന് എന്റെ വീടിന്റെ അകത്തേക്ക് ഉം. പിന്നെ അടുക്കള ഭാഗത്ത് ഇരുന്നാൽ കേൾക്കാം അവിടുന്ന് അനൗൺസ് ചെയ്യുന്നത്. കേൾക്കാം. ഉം. നല്ല സുഖമായി കേൾക്കാം. അപ്പൊ ഞാനത് അവിടെ ഇരുന്നിട്ട് വരെ കേൾക്കും ഞങ്ങൾ രാത്രി ആയാലും. ഉം. എന്നിട്ട് ഉം. രാവിലെ പുലർച്ചെ എണീച്ചിട്ട് പോയി പിന്നെയും നിൽക്കും. എന്നിട്ട് പിന്നെ ബാക്കി ഭാഗം അറിയാൻ വേണ്ടിട്ട്. കാരണം ഒരു ആവേശമാണല്ലോ ഇത്. ഇത് അതെ, രാഷ്ട്രീയത്തില് ബന്ധമില്ല, നമ്മൾ ജയിച്ചോ ഇല്ലെന്നില്ലല്ലോ, ഒരു ആവേശമായിരുന്നു. അതെ, അതെ. അങ്ങനത്തെ ചില സംഗതികളൊക്കെ വല്ലാതെ വ്യത്യാസം വന്നുപോയി. ഉം. ഏ ഉം. എന്നാ അതെ, ശരിയാണ്. ഇന്നിപ്പോ ഈ ഇന്ന് പാർട്ടി ഓഫീസിൽ മാത്രമേ കൂട്ടായിട്ട് ആൾക്കാർ ഇരിക്കുന്നുള്ളൂ. ആൾക്കാരിക്കുള്ളൂ. അല്ലാത്തൊക്കെ വീട്ടിലിരുന്നിട്ട് ഇത് മറ്റെല്ലാവരും ഫുൾ ജോളിയായിട്ട് വീട്ടില് സോഫയിലിരുന്ന് സോഫയിലിരുന്ന് ഇങ്ങനെ AC ഒക്കെ ഇട്ട് ടിവിയിൽ കണ്ടോണ്ടിരിക്കുകയാണ്. മാറ്റുമ്പോ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ചാനൽ പറയുന്നത് വേറെ ഒന്നും കാണാം, BJPനെ സപ്പോർട്ട് ചെയ്യുന്ന വേറൊന്ന് കാണാം, അതിന്റെ അപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന വേറൊന്ന് കാണാം. അങ്ങനെ 3 ചാനൽ ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ മനോരമ ഇട്ട ഒന്ന് കാണാം, ഏഷ്യാനെറ്റ് ഇട്ട വേറെ കാണാം, കൈരളി ഇടുമ്പോ കാണാം. അങ്ങനെ പല ജാതി പലതാണ് ജനട്ട വേറൊന്ന് കാണാം. അങ്ങനെ പിന്നെ ചാനൽ പണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളില് ഈ വോട്ടിംഗ് സെന്ററിൽ ആക്സസ് ഉള്ളവർക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് ഈ കടലാസിൽ എഴുതിയിട്ട് എന്താ ലേറ്റസ്റ്റ് എന്ന് പുറത്തേക്കിടുന്ന ഒരു പരിപാടി ഉണ്ട്. പരിപാടി ഉണ്ട്. കൃഷ്ണകോളയിലൊക്കെ വളരെ ഇതായിരുന്നു അത്. ഞങ്ങളിത് കൗണ്ട് ചെയ്തിട്ട് കൃഷ്ണകോളിന്റെ മതിലിന്റെ അവിടെ വന്നിട്ട് നമ്മളെ മലയാളം ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ, അതിന്റെ ബാക്കിലായിട്ട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പൊ അത് മൊബൈലൊന്നും ഇല്ലല്ലോ, മൊബൈൽ കൊണ്ടുപോകാനും പറ്റില്ലല്ലോ അതിന്റെ അകത്ത്. അപ്പൊ നമ്മൾ ഈ കടലാസിൽ പതുക്കെ അങ്ങനെ എഴുതും, ഇത്ര വോട്ടിട്ടുണ്ട്, ഇത്ര ടേബിളിൽ ഇത്ര അങ്ങനെയാക്കി ഇങ്ങനെ കൗണ്ടിങ് നടന്നപ്പോ ഇങ്ങനെയാണല്ലത്, ഇത്ര ആളിങ്ങനെ ജയിച്ച് പതുക്കെ ചുരുട്ടിട്ടു. എന്നിട്ട് അത് കൊടുക്കാനായിട്ട് അങ്ങനെ ഒന്ന് പോയിട്ടൊന്ന് എന്തി നോക്കിയാ അപ്പൊ നമ്മളെ അറിയുന്ന ആൾക്കാരും അത് പറഞ്ഞ് വിളിയാണ് ഭയങ്കര. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വിളിച്ചിട്ട് ഒരു രക്ഷയും കിട്ടൂല. അപ്പൊ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് പോലീസുകാരൻ കാണാനും പാടില്ല. ഈ കോപ്പി അടിച്ച് ഇട്ട് കൊടുക്കുന്ന മാതിരി ഇട്ട് കൊടുക്കണോ? തുണ്ട് കൊടുക്കുന്നവര് പഴയ തൊഴിലെ കോപ്പി അടിക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്ന മാതിരി ഇട്ട് കൊടുക്കണം, എന്നിട്ട് പോകണോ? അങ്ങനെ അതൊരു രസമാണ്. അതൊക്കെ ഒരു 2 ദിവസത്തെ ഒരു എൻജോയ്മെന്റ് ആണിത്. അത് ഈ രാഷ്ട്രീയൊക്കെ ആയിട്ട് കുറെ ബന്ധമില്ല ആൾക്കാർക്ക് ഈ ആരോഗ്യം കിട്ടും. അല്ലാത്തവരൊന്നും രസമൊന്നുമല്ല. ഇപ്പൊ വലിയ ക്രിക്കറ്റ് കളിയില് ഇപ്പൊ പാകിസ്ഥാനും ഇന്ത്യ ഒക്കെ കളിക്കുന്ന സമയത്ത് ഈ ക്രിക്കറ്റിനെയൊക്കെ സ്നേഹിക്കുന്ന അതിന്റെ മുന്നിൽ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ വിറക്കുന്നില്ലേ? അതിലും വലിയൊരു സംഭവമാണ് രാഷ്ട്രീയമായിട്ടൊക്കെ ലേശം ഇങ്ങനെ ബന്ധമില്ല ആൾക്കാർക്ക് ഈ സാധനത്തിനെ ഇതിന്റെ അനലൈസ് ചെയ്തെങ്ങനെ ഇരിക്കാന്നുള്ളത്. ഇപ്പൊ നമ്മൾ കണ്ടാലും തന്നെ നമുക്ക് ദിവസം പല സംഗതിയും 100,008 ന്യൂസുകൾ കണ്ടുകൊണ്ടിരിക്കില്ലേ. അതാണ് അതിന്റെ ഒരു ഹരം. അപ്പൊ പഴയ ആ കൗണ്ടിങ്, പഴയ ഒരു രാഷ്ട്രീയത്, അതൊക്കെ വലിയ വ്യത്യാസം. ഇന്നത്തേത് വേറൊരു വ്യത്യാസം. ഇനിയിപ്പോ നാളെ രാവിലെ നമ്മള് വീണ്ടും വളരെ അതിഗംഭീരമായ ഒരു ഇതാണ് കാണാൻ പോകുന്നത്. ഇന്ന് രാത്രിയിലെ ഒരു ഉറക്ക് അതെങ്ങനെ രാവിലെ ആക്കണം, എങ്ങനെ പെട്ടെന്ന് വെളിച്ചാകുക, ഒന്ന് ഉണർന്ന് കിട്ടുക എന്നുള്ള രീതിയിലുള്ള ഒരു ഉറക്കിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. പെട്ടെന്ന് എണീച്ച് പെട്ടെന്ന് TV കണ്ട് ഇതിന്റെ എത്രയും പെട്ടെന്ന് ഇതിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു വാർത്തകൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷതയാണ് ഈ ഭാരതം മുഴുവൻ. നരേന്ദ്രമോദി ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരും അങ്ങനെ. കാരണം അയാൾക്കറിയാം അയാൾ ജയിക്കുന്നില്ല. അയാൾ ജയിക്കുന്നതല്ല, ഈ പ്രസ്ഥാനം ജയിക്കുന്നു അറിയാം. കാരണം G7 പോകാൻ വേണ്ടി അവിടെ ഇതിന് യോഗത്തിനൊക്കെ പോകാൻ വേണ്ടിട്ട് പുള്ളി റെഡി ആക്കിയിട്ട് പോയി കഴിഞ്ഞു തോന്നുന്നു. ഫൈനലൈസ് ചെയ്ത് വിദേശകാര്യമന്ത്രി ടോക്കിലും അത് കഴിഞ്ഞിട്ട് G20 എന്തോ അതുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഉച്ചയ്ക്ക് ശേഷം ആരെങ്കിലും പാർട്ടി പ്രസിഡന്റ് ആയിരിക്കും വലിയ റിയാക്ട് ചെയ്യാം. അതെ, നരേന്ദ്രമോദി അമിത്ഷായും വൈകിട്ട് ഒരു 7 മണിയാവുമ്പോ BJP ഓഫീസ് ഡൽഹിയിലുള്ള പുതിയ ഓഫീസിൽ വളരെ ശാന്തരായിട്ടും സന്തോഷവാന്മാരായിട്ടും യാതൊരു ഇല്ലാണ്ട് എത്തും. കാരണം അവർക്കത് വലിയ ഇതൊന്നുമല്ല. പിന്നെ അതിന്റെ നമുക്കും ഇത് അറിയാനിട്ടല്ല, ജയിക്കുന്ന അറിയാം. പക്ഷെ എത്ര 400 മേലെ എത്തുന്നതിന്റെ ആ ഒരു ഇത് കാണാനുള്ള ഒരു ആകാംക്ഷയാണ്. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ.
അപ്പൊ ഏതായാലും നാളെ രാവിലെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഏഹ് ഇനി അല്ല ഇത് കഴിഞ്ഞിട്ടില്ല, ഇതിന്റെ രസങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും ഒരു ഇത് ചെയ്യാം. അതെ. ഏതായാലും ഇതിപ്പോ സമയം അവസാനിക്കുകയാണ്, ഇവിടെ വെച്ച് പിന്നെ നിർത്താം. നമ്മളെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ആഴ്ചയിൽ 5 ദിവസവും റെക്കോർഡ് ചെയ്തിറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും ഇതിനെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഞങ്ങളോട് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്നും കൂടി പറയുന്നു. നമസ്തേ. നമസ്തേ.